ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു തുമ്പി വ്ളോഗ്സ്. സോ ആഫ്റ്റർ എ ലോങ് ടൈം ഞാനൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഇന്ന് ചിങ്ങം ഒന്നായതുകൊണ്ട് ഞങ്ങൾ 4 പേരും അമ്പലത്തിൽ പോവാണ്. ഇനി മുതൽ നമ്മൾ ഡെയിലി വ്ളോഗേഴ്സാണ്. ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടും. സോ ഇതാണ് എൻ്റെ ഫ്രണ്ട്സ്: വൈഷ്ണവി, കുഞ്ഞുമോൻ, ആദിത്യ, രാജി, ആർഷ, റോൾ നമ്പർ 1. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് ഇന്നത്തെ വിശേഷങ്ങൾ ഫുള്ള് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. സോ അതിനൊക്കെ മുന്നേ ഞാൻ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. മൈസെൽഫ് നവമി നായർ, എസ് ഫസ്റ്റ് ഇയർ BSc അഗ്രികൾച്ചർ സ്റ്റുഡൻറ്റ് ഓഫ് കോളേജ് ഓഫ് അഗ്രികൾച്ചർ, അമ്പലവയൽ. അപ്പോൾ നമുക്കിനി നമ്മുടെ ദിവസത്തിലേക്ക് പോകാം. ഞങ്ങൾ 4 പേരും കൂടെ നടന്നിങ്ങനെ അമ്പലത്തിലേക്ക് പോയി. ഇറ്റ് വാസ് എ സാറ്റർഡേ. സോ ഞങ്ങൾ അടുത്ത ലായപ്പ ക്ഷേത്രത്തിലേക്കാണ് പോയത്. അവിടെ ഈവനിങ്സിലും പിന്നെ സ്പെഷ്യൽ ഡേയ്സിലും മോർണിംഗ്സിലും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന പ്രസാദം കിട്ടും. അപ്പോൾ ഏർലി മോർണിംഗ് അമ്പലത്തിൽ പോവുക, അവിടെ നിന്ന് ഇങ്ങനെ കഴിക്കാൻ പറ്റുന്ന പ്രസാദം കിട്ടുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര രസമല്ലേ. അപ്പോൾ നല്ല രസമായിരുന്നു. ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് തിരിച്ചു പോന്നു. രജിസ്റ്ററിലൊക്കെ എഴുതി വെച്ചു. വൈഷ്ണവി എന്നെ വളരെ സാഹസികമായി ഷൂട്ട് ചെയ്ത് ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടും നേരെ മെസ്സിലേക്ക് പോയി. അവർ രണ്ടും പോയി പ്ലേറ്റും കൂടി എടുത്തിട്ട് വന്നു. അന്ന് മസാല ദോശയായിരുന്നു, പിന്നെ ചട്നിയും ഉണ്ടായിരുന്നു. മസാല ദോശ, ചട്നി, ചായ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ കോളേജിലേക്ക് നടന്നു. ഇത് കോളേജിലേക്കുള്ള വഴിയാണ്. ഇറ്റ്സ് പൂപ്പലി ഗ്രൗണ്ട്. അതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന വീഡിയോസിൽ പറയാം. അപ്പോൾ ഭയങ്കര രസമാണ്. ആ ഒരു പാത്ത് വേ ഒക്കെ ഭയങ്കര രസമാണ്. ഞങ്ങൾ കോളേജിലേക്ക് എത്തി. ക്ലാസ് തുടങ്ങുന്നതിനും കുറച്ച് നേരത്തെയാണ് ഞങ്ങൾ എപ്പോഴും എത്താറ്. സോ അവിടെ വന്നു, ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു, അവരെയൊക്കെ ഗ്രീറ്റ് ചെയ്തു. ഫസ്റ്റ് തന്നെ ഞങ്ങൾക്ക് എൻഡമോളജി ആയിരുന്നു. ഇതാണ് ഞങ്ങളുടെ എൻഡമോളജി സാർ, രാജൻ സാറ്. സാറാണെങ്കിൽ ഞങ്ങളുടെ ആർട്സ് ക്ലബ് പേട്രനാണ്. അതുകൊണ്ട് തന്നെ സാറ് ക്ലാസ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കലാപരമായ പരിപാടികളൊക്കെ ഓർഗനൈസ് ചെയ്യാറുണ്ട്. ഒരു കണക്കിന് നോക്കുമ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര എൻജോയ്മെൻ്റ് ആണ്. പക്ഷേ ചിലപ്പോഴൊക്കെ ഞങ്ങൾക്ക് സാറിൻ്റെ ഏറെ ഇന്ന് ഞാനായിരിക്കുമോ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവാറുണ്ട് എല്ലാവർക്കും. അപ്പോൾ അന്നത്തെ ദിവസം അൻസിലയാണ് വിളിച്ചത്. ആ ബ്യൂട്ടിഫുൾ സോങ്ങിന് ശേഷം സാർ കുറച്ചുകൂടി ക്ലാസ് എടുത്തു. അപ്പോഴത്തേക്കും ഞങ്ങളുടെ വിജി മാം വന്നു. ക്രോപ്പ് ഫിസിയോളജി പ്രസൻറ്റേഷൻ ആയിരുന്നു പറഞ്ഞിരുന്നത്. ഫസ്റ്റ് ഫ്യൂ റോൾ നമ്പേഴ്സ് പ്രസൻറ്റ് ചെയ്തു. മിസ് എല്ലാവരും ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് വിടുന്നുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഒരു പോസിറ്റീവും കൂടി പറഞ്ഞ് വിടും. അപ്പോൾ മിസ്സിൻ്റെ അവസാനത്തെ ഇര വന്നിട്ട് ഞങ്ങളുടെ ആദിത്യ രാജീവായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ അവളെ കളിയാക്കുന്നുണ്ടായിരുന്നു. ഫിസിയോളജി പീരീഡ് ഞങ്ങളുടെ ആദിത്യ രാജീവിനെ മിസ് എന്തൊക്കെയോ പറഞ്ഞ് നമ്മളെ റോസ്റ്റ് ചെയ്തു. മിസ് സീനേനു യുവർ ലാംഗ്വേജ് ഇസ് ടു ഗുഡ് എന്ന് പറഞ്ഞുകൊണ്ട് ആദിത്യ രാജീവ് വെറുതെ വിട്ടിരിക്കുന്നു. സെക്കൻഡ് പീരീഡ് ഡൺ. പിന്നെ ഞങ്ങൾക്ക് അന്ന് ഞങ്ങളുടെ പാരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. കുറച്ച് പാരൻസ് മാത്രമേ വന്നുള്ളൂ. ആഫ്റ്റർ ദാറ്റ് B ബാച്ചിന് ക്രോപ്പ് ഫിസിയോളജി പ്രാക്ടിക്കൽസ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ പ്രാക്ടിക്കൽസിന് പോയി നിന്നു. അപ്പോൾ ഞാനന്ന് വ്ളോഗ് എടുക്കുന്നത് എൻ്റെ ക്ലാസ്സിൽ എല്ലാവരോടും ഞാൻ പറഞ്ഞു. അതൊന്നും അറിയാതെ ദാറ്റ് ഇസ് ശ്രീശിവ ആൻഡ് തനുശ്രീ ഫോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ആൻഡ് മിസ്സ് പിന്നെ ആൾക്കാർ ഇങ്ങനെ റോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ദാറ്റ്സ് ആർ ബാലഗോപാൽ. എല്ലാ ടീച്ചേഴ്സിനെയും ഫേവറേറ്റ് കിഡാണ് അവൻ. പിന്നെ ഒരു 1.25-2 മണിക്കൂർ ഞങ്ങൾക്ക് പ്രാക്ടിക്കൽസ് ആയിരുന്നു. സോ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചു. സാറ്റർഡേയ്സിൽ ഞങ്ങൾക്ക് ഫിഷ് കറിയാണ്. ഞാൻ ഫിഷ് കറി കഴിക്കാത്തത് കൊണ്ട് മഷ്റൂമാണ് എടുത്തത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് ഉച്ച വരെ ക്ലാസ് ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ക്ലാസ് ഇല്ല. ഇന്ന് ഫാമേഴ്സ് ഡേ ആയതുകൊണ്ട് ഞങ്ങളൊരു ഫാം ആണെന്ന് തോന്നുന്നു, എന്തോ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നുള്ള വലിയ ഐഡിയ ഒന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് സംതിങ് റിലേറ്റഡ് ടു അഗ്രി. അത് മാത്രമേ ഞങ്ങൾക്ക് അറിയാമായിരുന്നുള്ളൂ. 2 ബാച്ചസാണ് പോയത്. ഒരു ബാച്ചിൽ നിന്ന് 15 സ്റ്റുഡൻസ് പ്ലസ് യൂണിയൻ മെമ്പേഴ്സ് അങ്ങനെ പോകാനായിരുന്നു പ്ലാന്. ഫസ്റ്റ് ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോയി. അവിടെ സീനിയർ അഗ്രികൾച്ചർ ഓഫീസർ ഉണ്ടായിരുന്നു. ഹിസ് നെയിം വാസ് ശ്രീകുമാർ സർ. സാർ ഞങ്ങളുടെ സോയിൽ സയൻസ് പ്രൊഫസർ അപർണ മിസ്സിൻ്റെ ബാച്ച്മേറ്റ് ആയിരുന്നു. സോ അതൊക്കെ സാറ് പറഞ്ഞു. പിന്നെ സാറ് പഠിച്ച കാലത്തെ കുറച്ച് കാര്യങ്ങൾ, അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു. ഞങ്ങൾ ആ ഒരു റൂമിലാണ് ഇരുന്നത്. അപർണ മിസ്സും ഉണ്ടായിരുന്നു. ആഫ്റ്റർ ദാറ്റ് ഞങ്ങൾ ട്രാവൽ ചെയ്ത് ഈ ഒരു സ്ഥലത്തേക്ക് എത്തി. ഈ സ്ഥലത്തിൻ്റെ പേര് വന്നിട്ട് ചീങ്ങേരി എന്നാണ്. അപ്പോൾ ഞങ്ങളെ അക്കമ്പനി ചെയ്തത് ബസ് പങ്കു മാമിൻ്റെ കറക്റ്റ് നെയിം ഞാൻ ഓർക്കുന്നില്ല ആക്ച്വലി. അപ്പോൾ ഇവിടെ കുറേ സംഭവങ്ങൾ കാണാനുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അത്രയും സമയമല്ലാത്തത് കൊണ്ട് കുറച്ച് സംഭവങ്ങൾ മാത്രം കാണിച്ച് ഞങ്ങളെ ഹാപ്പി ആക്കി വിടാമെന്നായിരുന്നു ആ മാമിൻ്റെ ആ ഒരു തോട്ട്. ഇതൊരു സപ്പോട്ട തോട്ടമായിരുന്നു. മാം അവിടുത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞു. സമ്മർ സീസണിൽ വന്നാൽ മതി, അപ്പം നമുക്ക് സപ്പോട്ട കഴിക്കാം, അവിടെ റിലാക്സ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ അപ്പുറത്ത് യൂക്കാലി തോട്ടം ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ടേക്കൊന്നും പോയില്ല. പിന്നെ കുറച്ച് നടന്നു.
വലിയ ചിതൽപുറ്റൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അതൊക്കെ കാണിച്ചു തന്നു. ലൈക്ക് ദാറ്റ് വാക്ക് വാസ് സോ ഗുഡ്. ദിസ് ഇസ് സംതിങ് കോൾഡ് മുനിയറ. പണ്ട് ആൾക്കാരെ ബറി ചെയ്തിരുന്ന സ്ഥലമാണ്. അതൊരു കുറച്ച് ലോങ് സ്റ്റോറിയാണ്. ഇറ്റ് വാസ് സോ ഇൻട്രസ്റ്റിംഗ് ടു ഹിയർ ദോസ് തിങ്സ് ആൻഡ് ദിസ് ഇസ് വൈഷ്ണവീസ് മൂക്ക്. പിന്നെ ആ മാഡം ഞങ്ങളെ കൊണ്ടുപോയത് ഒരു വ്യൂ പോയിന്റിലേക്കായിരുന്നു. ആ മാഡത്തിൻ്റെ മെയിൻ അജണ്ട വാസ് ഞങ്ങളെ അങ്ങോട്ടേക്ക് എത്തിക്കുക. കുറച്ച് ബുദ്ധിമുട്ടി ഞങ്ങൾ മേലെ എത്തി. ആൻഡ് അവിടെ എത്തിയപ്പോൾ ഇറ്റ് വാസ് സോ ഗുഡ്. ലൈക്ക് എന്താ പറയുക, ഭയങ്കര കാമായിട്ടുള്ള, ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ പോയിൻറ്റ്. അവിടെ നിന്നാൽ നമുക്ക് വയനാടിൻ്റെ കുറച്ചേറെ പോർഷൻസ് ആ ഒരു സ്ഥലത്ത് നിന്നാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. ഭയങ്കര രസമായിരുന്നു അത്. ആ ഒരു ദാറ്റ് മെയ്ഡ് ആർ ഡേ ആക്ച്വലി. ആൻഡ് ദിസ് ഈസ് ആർ ദിൽന. ഞാൻ ദിൽനയുടെ കൂടെ വീഡിയോ എടുത്തു. ദിൽന എനിക്ക് വീഡിയോ എടുത്തു തന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കൂടിയൊക്കെ അവിടെ നിന്നതിന് ശേഷം താഴേക്ക് പോന്നു. പിന്നെ ഞങ്ങളുടെ ഒരു സീനിയർ പങ്കു മാമിനെ താങ്ക്സ് ഒക്കെ പറഞ്ഞു. കാരണം മാം കുറേ ടൈം ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തു. പിന്നെ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കുന്നത് വൈഷ്ണവി എനിക്ക് വീഡിയോ എടുത്തു തന്നു. എന്നിട്ട് അതെന്താണേലും ഇതിൽ ആഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് മാത്രം ഞാൻ ആഡ് ചെയ്യുന്നു. പിന്നെ ബസ്സിൽ ഇങ്ങനെ അലമ്പൊക്കെ കാണിച്ച് ഞങ്ങൾ കോളേജിലേക്ക് പോന്നു. കോളേജിൽ വന്നിട്ട് എല്ലാവർക്കും ഓരോ ഫ്രൂട്ടിയൊക്കെ വെച്ചിട്ട് തന്നിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫാമൊക്കെ വിസിറ്റ് ചെയ്ത് ഇവിടെ ഫുൾ കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അമ്പലവയലിലെ എന്തോ ഒരു സ്ഥലത്ത് പോയി. എന്നിട്ട് നമ്മൾ സീനിയർ അഗ്രികൾച്ചർ ഓഫീസറായ ശ്രീകുമാർ സാറിനെ കണ്ടു, പങ്കു ആൻറ്റിയെ കണ്ടു. എന്നിട്ട് ഞങ്ങൾ അനങ്ങാതിരിക്കാതെ കാപ്പിത്തോട്ടത്തിൽ പോയി, സപ്പോട്ടത്തോട്ടത്തിൽ പോയി. മുനിയറ എന്ന് പറഞ്ഞൊരു സാധനം വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് തമ്പാനൂർ വരെ കാണാമെന്നാണ് ആ സാർ പറഞ്ഞത്. അതൊക്കെ വളരെ വളരെ നല്ലൊരു അനുഭൂതിയായിരുന്നു. ഹാപ്പി ഫാമേഴ്സ് ഡേ. ഞങ്ങളുടെ വയനാട്ടിൽ ഇടയ്ക്ക് ഇതുപോലെ കോട ഇറങ്ങാറുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അത് കാണാൻ. പിന്നെ ഞാനും അമീറും ആർദ്രയും വൈഷ്ണവിയും കൂടെ അടുത്തൊരു ബേക്കറിയിൽ പോയി സ്നാക്സൊക്കെ കഴിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് കുറച്ച് മാംഗോസ്റ്റീൻ പൊട്ടിച്ചു. ആക്ച്വലി അത് എടുക്കാനുള്ള പെർമിഷനൊന്നും ഞങ്ങൾക്കില്ല. എന്നാലും അതൊക്കെ ഒരു രസമല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതൊക്കെ കുറച്ച് പറിച്ച് റൂമിലേക്ക് വന്നു. അന്ന് അത്യാവശ്യം നല്ല ടയർഡായിരുന്നു. സോ ഫ്രഷ് ആയതിനു ശേഷം ഞാൻ ഞങ്ങളുടെ കബേർഡ് കാണിക്കുകയാണ്. ഞങ്ങളുടെ റൂമിലേക്ക് അന്നാണ് കബേർഡ് കൊണ്ടുവന്നത്. ഇത്രയും സൗകര്യമുണ്ട് ഗായ്സ് ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങൾ കുറച്ച് ഇൻസെക്ട്സിനെ പിൻ ചെയ്ത് പഠിച്ചു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് എല്ലാവരും പോയി കിടന്നു. അന്നത്തെ ദിവസം കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. ദാറ്റ്സ് വൈ ഐ ഡിസൈഡഡ് ടു ടേക്ക് എ വീഡിയോ ആൻഡ് ഇറ്റ് വെൻറ്റ് വെൽ. ഇനി ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടും. താങ്ക്സ് ഫോർ വാച്ചിങ്. And to those people who are constantly supporting me to continue this channel, a special thanks.